ഇവളുടെ അതിക്രൂരമായ നോട്ടം കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവളുടെ തലയിലുള്ള മുറിവ്. എന്തോരം കഷ്ടപ്പെട്ട് ഞാൻ പാടുപെട്ടിട്ടാണ് ഇവളുടെ തലയിലെ മുറിവ് ഞാനത് ക്ലിയർ ആക്കി എടുത്തതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ ഓടിയത് ഞാൻ മാത്രമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നല്ലപോലെ എനിക്ക് തെറി കിട്ടിയിട്ടും ഞാൻ കൊണ്ടോടി. 5 പൈസ ഇല്ലായിരുന്നിട്ടും എൻ്റെ അമ്മമ്മേരെ നിന്ന് വരെ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് ഇവളുടെ തല ക്ലിയർ ആക്കിയത്. പക്ഷേ ഇവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവളുടെ സ്വഭാവം മാറി. എൻ്റെ വൺസിപ്പൂച്ചയുമായിട്ട് പൊരിഞ്ഞ അടിയായിരുന്നു. അതും ഞാൻ സഹിച്ചേനെ. വീണ്ടും ഇവൾ എന്തുവാ ചെയ്തത്? വീണ്ടും ചുമ്മാ ഇരുന്ന എൻ്റെ വൺസിപ്പെണ്ണിനെ വീണ്ടും അവൾ അടിച്ചു. അടിച്ചതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവൾ എന്താ ചെയ്തതെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ കുറച്ച് ദിവസമായി. ആ ടൈമിൽ ഇവൾ വീണ്ടും അവളുടെ കൂടെ അടികൂടി ആ ഒരു തലയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു മുറിവ് വന്നു. മുറിവ് വന്നിട്ട് പിന്നെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. കാരണം ഇവൾ അത്രയ്ക്കും നല്ല രീതിയിൽ അതിനടുത്ത് കടി കൂടുന്നത്. എപ്പോൾ കണ്ടാലും അതിനെ വെറുതെ പോയിട്ട് അതിനെ കടിക്കും. അപ്പോൾ ഒരു പരിധി വരെ നമുക്കിത് നോക്കാനും എടുക്കാനും പറ്റും. അപ്പം നമ്മൾ വീട്ടിലില്ലാത്ത ടൈമിൽ കടി കൂടിയിട്ട് വന്നാൽ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ എന്തായിരുന്നല്ലേ ഫീഡ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നോർമലി എന്തോ ചെയ്യാം, നമുക്ക് മെഡിസിൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ ഹീലാവാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് ഉണ്ട് അത് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഡോസ് കൂടിയത് കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളെന്ത് ചെയ്തു, മൈൽഡായിട്ടുള്ള ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഇവൾ ഇമാതിരി, അത് എവിടെയാണോ മുറിഞ്ഞ് എവിടെയാണോ ശരിയായത് അതേ സ്പോട്ടിൽ ഇത്രയും കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കരുതി, കാരണം നമ്മൾ എത്രയൊക്കെ കെയർ ചെയ്താലും വരാനുള്ളത് വരും. അത് ഇവൾ കൃത്യമായിട്ട് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് സാധാരണ ലെവലിൽ എനിക്ക് നല്ല ദേഷ്യം വരും. എനിക്ക് കൊടുക്കാനൊക്കെ തോന്നിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, കാരണം പട്ടിയും പൂച്ചയൊക്കെയാണ്, അവർ തല്ലൂടും മുറിവ് വരും, നമ്മളത് കെയർ ചെയ്യണം. കാരണം നമ്മളാണല്ലോ ഇവർ വളർത്തുന്നത്.